കാരണം അതൊക്കെ അതിൻ്റേതായ സമയത്ത് കോൺഗ്രസ്സിന് തീരുമാനം എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതൊന്നും ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി അങ്ങനെ തന്നെ ആയിരുന്നില്ലേ. അതൊക്കെ അതിൻ്റെ സമയത്ത് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അത് വെച്ച് പ്രചരണം നടത്തുന്നതിൽ അർത്ഥമില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 2 സീറ്റിൽ മത്സരിക്കാം, ഏതെങ്കിലും ഒന്ന് നിലനിർത്താം. അവിടെ അതൊക്കെ സാധാരണ സംഭവം എല്ലാവരും ചെയ്യുന്നത് തന്നെ. പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങനെ മത്സരിക്കാറുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും. ഞങ്ങൾ തന്നെ ആ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. സംഘടനാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലായിട്ട് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു. മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJPക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഫേസിൽ ധാരാളം സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നഷ്ടപ്പെടും എന്നവർ സമ്മതിക്കുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സെക്കൻഡ് ഫേസിലും ഇത് തുടരുന്നു. ഇനി അങ്ങോട്ടുള്ളത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാന്ത്രിക എണ്ണം, ഭൂരിപക്ഷത്തിനുള്ള എണ്ണം അത് തികക്കില്ല എന്നുള്ള സംശയം BJPക്ക് നല്ല പോലെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രസംഗമൊക്കെ ഇത്ര കടുക്കുന്നത്. ഇപ്പം പ്രധാനമായിട്ടും ഉയർന്നിരുന്ന ആരോപണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു, അത്രയും കാലം അത് മറച്ചു വെച്ചു മറ്റൊരു സ്ഥലത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്നിട്ടിപ്പം വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന തരത്തിലാണ്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആരോപണം അത്തരത്തിലാണ്. എന്താ അർത്ഥമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. ഒരു പല ഫേസായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അതാതിൻ്റെ ഫേസിലല്ലേ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ കോൺഗ്രസ്സൊക്കെ വലിയ പാർട്ടികളല്ലേ, അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ലേ. അതിനെക്കുറിച്ച് ഇടതുപക്ഷം അങ്ങനെ അഭിപ്രായം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതാതിൻ്റെ സമയത്ത് ആ തീരുമാനങ്ങൾ എടുക്കുന്നു. അതേത് രീതിയിൽ എടുക്കണം എന്നുള്ളതിപ്പോൾ അതിന് വലിയൊരു സ്വീകാര്യത വരുത്തിക്കൊണ്ടാണ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണത്. വളരെ ജനാധിപത്യപരമായി കോൺഗ്രസ് തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ അത് പ്രചരണമാക്കാൻ മാത്രമില്ല, അത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ്. അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്. അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ, അല്ലാതെ BJP അധികാരത്തിൽ വരലല്ലോ. തിരഞ്ഞെടുപ്പും കഴിഞ്ഞു, ഇനി എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? ഇനിയിപ്പോൾ അതിനെ നല്ല കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വലിയ ചലനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ്. വളരെ ഒരു തരത്തിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കടുത്ത വർഗീയ പരാമർശങ്ങളും വർഗീയ കാര്യങ്ങളുമാണ് BJP ഇപ്പോൾ പ്രചരണ ആയുധമാക്കി കൊണ്ടിരിക്കുന്നത്. അവരുടെ ആത്മവിശ്വാസക്കുറവാണ് അത് കാണിക്കുന്നത്. ആദ്യത്തെ ആയുധങ്ങളൊക്കെ തുരുമ്പെടുത്തു പോയി. അപ്പോൾ അതുകൊണ്ട് പുതിയത് നോക്കുകയാണ്. പുതിയതൊക്കെ നിർഭാഗ്യവശാൽ വളരെ വില കുറഞ്ഞ വർഗീയ കമ്മ്യൂണൽ പ്രചരണങ്ങളാക്കി അവർ മാറ്റുകയാണ്. കേട്ടാൽ അറക്കുന്ന വർഗീയ പ്രചരണം. അന്തർദേശീയ തലത്തിൽ ഇത് ബാക്കിയുള്ളവർ കൂടി കാണും എന്നുള്ള ചിന്ത പോലും അവർക്കില്ല. ആ തരത്തിലാണ് പോണത്. മറ്റൊരു വിഷയം, ഇന്നലെ ഇപ്പം ഇവിടെ നമുക്കറിയാം ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ മന്ത്രി KV ഗണേഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് അതിൽ ഞങ്ങളെ പാർട്ടി സെക്രട്ടറി PMA സലാം ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റാണ്. ഗവൺമെൻറ്റിൻ്റെ പരാജയം അതിനുള്ള കാരണം
ആ രംഗത്ത് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സിക്ക് അത് ഗവൺമെൻറ് വിലയിരുത്തുക. അല്ലാതെ ഒരു പ്രദേശത്തെ പറഞ്ഞത് ശരിയായില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഈ മേയർ ഡ്രൈവർ തർക്കത്തെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നാണ് ആരോപണം. ശരിവയ്ക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള ആ വിഷയം സംബന്ധിച്ചൊരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രക്കാരെ കാണുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വളരെ ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് അധികം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിലൊക്കെ നീതിപൂർവവും നിഷ്പക്ഷവുമായ അന്വേഷണം നടക്കണം എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ സാരാംശം അതാണ്. നീതി ഓൺ സൈഡഡായി പോകരുത് എന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്. അത് അധികാരത്തിലിരിക്കുന്നവർ ഉറപ്പുവരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്ര സാധാരണക്കാരനായാലും നീതി കിട്ടണം. രാഹുൽ ഗാന്ധി നേരത്തെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ CPI ഏറ്റവും കൂടുതലും LDF ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കുറവായിരുന്നു എന്താണ്. ഒരു ബൈ ഇലക്ഷനിലേക്ക് വയനാട് പോവുകയാണെന്ന് തോന്നുന്നു ഏകദേശം. അത് ഒരു ചാലഞ്ച് ആവില്ലേ? അല്ല, അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അത് പറയുന്നവർ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 വിരൽ തിരിച്ച് രാഹുൽ ഗാന്ധി അമേഠിയിൽ അല്ലാത്ത പിന്നെ റായ്ബറേലിയിൽ ജയിക്കും എന്ന് പറയാണ് എന്ന് മറക്കരുത്. ഉറപ്പായിട്ട് ജയിക്കും എന്നവർക്ക് വിശ്വാസം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വയനാട് വോട്ടർമാർ ജയിപ്പിച്ചോളും. 4ഉം 5ഉം ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പിന്നെന്ത് സംഭവിക്കാനാണ്? ബൈ ഇലക്ഷൻ വന്നാൽ രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ കുറച്ചും കൂടി ഭൂരിപക്ഷം കൊടുക്കും. അത്രേ ഉണ്ടാവുള്ളൂ. അവിടെ ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും വോട്ടർമാർ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിച്ചതിൻ്റെ ആഘോഷമാക്കി മാറ്റും പിന്നെ വയനാട്ടിലെ ഇലക്ഷൻ. അത്രേ ഉണ്ടാവുള്ളൂ. 2014 അല്ല, 2024. വളരെയധികം വ്യത്യാസമുണ്ട്. കേരളത്തിലെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്. കേരളത്തിലെ ജനങ്ങൾ അവസരം പാർത്തിരിക്കുകയാണ്. രാജ്യത്ത് മതസൗഹാർദ്ദവും മതേതരത്വം അപകടപ്പെടുന്നത് തടയാൻ ആവുന്നതൊക്കെ പോലും ചെയ്യും. ഒരു മെമ്പറെ പാർലമെൻറ്റിലയക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അവരയക്കും. അത് പറയാൻ വേണ്ടി യാതൊരു സംശയവും എനിക്കില്ല. സീറ്റിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ കുറച്ച് സർക്കാർ എയ്ഡഡ് മേഖലയിൽ അധികമായി സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടുകൂടി പ്രശ്നം മൊത്തം പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. +2 സീറ്റിൽ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരെ ശരിയല്ല, വളരെ മോശമായ കാര്യമാണ്. ഒരു ഗവൺമെൻറ് ആദ്യത്തെ അവരുടെ ടേമിൽ തന്നെ പിന്നെ +2 അധിക ബാച്ചുകളും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അനുവദിക്കേണ്ടതായിരുന്നു. അതിന് മാത്രം പണമില്ല. ഇപ്പം തന്നെ കുട്ടികൾ ഏതാണ്ട് പിന്നെ കുത്തി നിറച്ച നിലയിലായി ക്ലാസ്സുകളിലൊക്കെ. പിന്നെയും സീറ്റ് വർദ്ധിപ്പിച്ച് കൊടുത്തിട്ട് കുട്ടികൾ എന്ത് പഠിക്കാനാണ്? ഇപ്പോൾ അന്തർദേശീയമായി കുറച്ച് കുട്ടികൾ അറ്റൻഡ് ചെയ്യുക ഒരു ടീച്ചർ എന്നാണ് പ്രിൻസിപ്പൾ. ആ സ്ഥാനത്താണ് ഇവിടെ ക്ലാസ്സുകളിൽ കുട്ടികളെ കുത്തി ഇറക്കുന്നത്. സീറ്റ് വർദ്ധിപ്പിച്ച് കൊടുത്തുകൊണ്ടൊന്നും കാര്യം തീരൂല. കാരണം വെച്ചാൽ ആവശ്യമായ സീറ്റുകളുടെ എണ്ണം അവരനുവദിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന് പ്രൊപ്പോർഷനേറ്റ് അല്ല. ഇതൊക്കെ ഇങ്ങനെ പ്രചരണത്തിന് ഉപകരിക്കും എന്നല്ലാതെ ആ രംഗത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്ന കഷ്ടപ്പാടിന് യാതൊരു പരിഹാരവും ആവില്ല. ഇത്തവണ അധിക സീറ്റ് എന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ 2-3 അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അധിക സീറ്റ് എന്നുള്ള രീതിയിലേക്ക് സർക്കാർ അല്ല. അപ്പോൾ അതാണ് പ്രതിഷേധ രംഗത്തുണ്ടായിരുന്നു. ഇത്തവണ നേരത്തെ തന്നെ പ്രതിഷേധം ആരംഭിക്കുക. അല്ല, അത് അസംബ്ലി ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഒരു ഐവാഷിങ്ങിന് വേണ്ടി ചെയ്ത പോലെ എനിക്കും തോന്നി. ചോദ്യം കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ബോധ്യമുണ്ട് സീറ്റിൻ്റെ കുറവ് കുറച്ചൊന്നും അല്ലാന്ന്. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തി ഒരു ഐവാഷിങ് നടത്താൻ പറ്റുമോ എന്ന് നോക്കിയതായിട്ടാണ് എനിക്കും തോന്നിയത്. അതുകൊണ്ടായില്ലല്ലോ. സീറ്റിന് സീറ്റ് വേണ്ടേ? കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥലം വേണ്ടേ? ബാച്ചും വേണം. സർക്കാർ സ്കൂളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ കേരളത്തിലെ മേഖലകളിലും പിന്നെ ബാച്ചും വേണ്ടി വന്നാൽ പുതിയ സ്ഥാപനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതല്ലേ UDF ഗവൺമെൻറ് അനുവർത്തിച്ച് വന്ന നയം. ആവശ്യമായ ബാച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊടുക്കാൻ കഴിയണം സീറ്റുകൾ. അല്ലെങ്കിൽ നമ്മൾ വരുന്ന തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ.